കൂട്ടുകാരെ, ഇതെന്താണെന്നറിയാവോ? കണ്ടപ്പോൾ എന്താണെന്ന് തോന്നുന്നു? ഇത് നമ്മുടെ വടുക്കപ്പുളി നാരങ്ങയാണ്. നമ്മൾ വീട്ടിൽ പിടിക്കുന്ന വീട്ടിൽ നിന്ന് വാങ്ങിച്ച് നമ്മൾ വീട്ടിൽ പിടിക്കുന്ന നാരങ്ങയാണേ. ഇത്തിരി ശകല കയ്പൊക്കെ ഉണ്ട്. ഇതിന് നമ്മൾ ഉണക്കിയതാണ്, ഉപ്പിട്ട് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇതിന് നമുക്കൊരു സ്പെഷ്യൽ അച്ചാറുണ്ടാക്കാം. വടുക്കപ്പുളി നാരങ്ങ ഉണങ്ങിയതിന് നമുക്കൊരു സ്പെഷ്യൽ അച്ചാറുണ്ടാക്കാം. എല്ലാവരും വാ. അപ്പോൾ നമ്മൾ തിളച്ച വെള്ളത്തിലോട്ട് ഇതൊന്നും ഇടയാണ് കേട്ടോ. ഈ സംഭവം വളരെ ഹെൽത്തിയാണ്, നിങ്ങൾക്കറിയാമോ? തിളച്ച വെള്ളത്തിൽ തന്നെ ഇടണം, പച്ചവെള്ളത്തിൽ ഇടല്ലേ ചെയ്യുന്നെങ്കിൽ. വടുക്കപ്പുളിയൊക്കെ തോനെ ഉണ്ടല്ലോ വീട്ടുകളിലിപ്പോൾ. അപ്പോൾ ഉള്ളവരെ ഇത് മേടിച്ചൊന്ന് ഉണക്കാൻ വയ്ക്കണേ. പറിച്ച് ഉണക്കി വെച്ചിരുന്ന് നമുക്ക് ഇതേപോലെ ഇട്ടെടുക്കാം. നാരങ്ങ ഇഷ്ടപ്പെടുന്നവർക്ക്. അപ്പോൾ അതെ, ഒരു 3 പച്ചമുളക്, ഒരു 10-12 അല്ലി വെളുത്തുള്ളി, കുറച്ച് ചെറിയ ഉള്ളി, ഇത്രയും അരിഞ്ഞെടുക്കണ്ടേ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇപ്പം നമ്മളിത് ആ നാരങ്ങ വെള്ളത്തിലിട്ട് തിളച്ച വെള്ളത്തിൽ ഇട്ടൊന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. വെള്ളത്തിൽ ഇടാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് ഡ്രൈ ആയിരിക്കുന്നതിനെ ഒന്ന് മാർദ്ദവപ്പെടുത്താൻ വേണ്ടിയിട്ട് കേട്ടോ. അതുകൊണ്ടാണ് വെള്ളത്തിൽ ഇടാതെ നേരെ വേണമെങ്കിൽ അരിഞ്ഞ് നമുക്ക് അച്ചാറിലോട്ട് ഇടാം, അരിയാതെ വേണമെങ്കിൽ ഇടാം കേട്ടോ. നമ്മളിപ്പോൾ അരിഞ്ഞെടുത്തന്നേ ഉള്ളേ. നമ്മളിത് പാത്രം വെച്ച് കൊടുത്ത് ഇനി ഇതിലേക്ക് നമ്മളിപ്പോൾ ചേർക്കാൻ പോണ വെളിച്ചെണ്ണയാണേ. നല്ലെണ്ണ ചേർത്താൽ കുറച്ചും കൂടി ഇരിക്കും. ഇതൊരു 2 വർഷം വേണമെങ്കിലും ഇരിക്കും. നല്ലെണ്ണ ചേർത്ത് ഈ അച്ചാറിട്ടാൽ മതി 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 മതി. ഇതിപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ ചേർക്കുകയാണ്. ഇത് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ പുറത്ത് 1-2 മാസമൊക്കെ ഇരുന്നോളും, ഈ വെളിച്ചെണ്ണ ചേർക്കുന്നുണ്ട്. അപ്പോൾ നല്ലെണ്ണ ആണെങ്കിൽ ഒരു 2 വർഷം വരെ ഈ അച്ചാർ ഇരിക്കും. കാരണം അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് വെച്ച് നോക്കും ഉണക്കി കേട്ടോ. അപ്പോൾ ഇതേ നമ്മൾ വെളിച്ചെണ്ണ ചൂടായി കടുക് ഇടുകയാണ് കേട്ടോ. കടുക് പൊട്ടട്ടെ, ഇട്ടോട്ട്. അപ്പോഴത്തേക്കും ചേച്ചിക്ക് ഫോൺ വന്നു. അത് കാരണം വോയിസ് കട്ടായി കേട്ടോ. വെളുത്തുള്ളിയാണ് ഇട്ട് കൊടുത്തത്. വെളുത്തുള്ളി നന്നായിട്ട് കുറച്ചൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഒന്നതിൻ്റെ പച്ചപ്പ് ഇട്ട് വരട്ടെ. ഇതൊരു അത്ഭുതമാണ്, ചെറിയ ഉള്ളി ചേർക്കില്ല എന്നൊന്നും പറയല്ലേ. ഇതൊരു ടേസ്റ്റിയാണ്, ചേർത്ത് നോക്കൂ എന്ന് മാത്രമേ ഞാൻ പറയൂ. ഇതാണ് രീതിയിൽ ഞാൻ പറയില്ല കേട്ടോ. ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് അതിനെ വഴറ്റി എടുക്കണം. നന്നായിട്ട് അതിൻ്റെ പച്ചപ്പൊക്കെ വിട്ട് നല്ലൊരു ടേസ്റ്റായിട്ട് മാറും കേട്ടോ. നിങ്ങളിത് ഒരു വട്ടം ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ കുറ്റം പറയാവളെ. എന്നിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്ത് അതിനെ നന്നായിട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം. നമുക്കിതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങയെ ഇട്ട് കൊടുക്കാം. ഇപ്പം എല്ലാവരും ചോദിക്കുകയെ, ചെറിയ ഉള്ളി ചേർത്ത് ആരെങ്കിലും അച്ചാറിടുമോ? നമ്മുടെ രീതിയാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. നിങ്ങളുടെ രീതിയാണെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ. ഇത് 2 വർഷം ഇരിക്കുമെന്ന് പറഞ്ഞില്ലേ, അങ്ങനെയാണെങ്കിൽ ചെറിയ ഉള്ളി ചേർക്കരുത്. വെച്ചേക്കാനായിട്ട് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കുറച്ച് ചേർത്താൽ മതി. ചെറിയ ഉള്ളി ചേർക്കുകയേ വേണ്ട. ഇത് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി ചെയ്യുന്നതാണ്. ഇങ്ങനെയൊന്നും അല്ല എന്ന് പറയും. ഇങ്ങനെയൊന്നും അല്ല, ഇതെങ്കിലും ആവാലോ. എത്രയോ പേര് പറഞ്ഞ്. ഓക്കെ. അപ്പോൾ അങ്ങനെ എണ്ണയിൽ ആ നാരങ്ങ കിടന്നിങ്ങനെ ഒന്ന് തീ ഉണ്ടെങ്കിൽ തീ അങ്ങ് ഓഫ് ചെയ്താലും കുഴപ്പമില്ല, മറ്റേ കുറച്ചാലും കുഴപ്പമില്ല. തീ ഓഫ് ചെയ്ത് വയ്ക്കണേ. ഓക്കെ. മഞ്ഞൾപ്പൊടി ഒരു നുള്ളിട്ട് കൊടുക്കും. അപ്പോൾ ഈ ചൂടിൽ തന്നെ ഈ മസാല എല്ലാം ഓഫ് ചെയ്തോ, ഇതായിക്കോളും. ഇനി നമ്മൾ എരിവുള്ള മുളക് പൊടി 1/2 സ്പൂൺ ഇടും. ഇനി നമ്മൾ കാശ്മീരി പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. കാരണം ഇനി ഈ അച്ചാർ കഴിച്ചെന്ന് വിചാരിച്ചിട്ട് ആർക്കും പ്രശ്നം ഉണ്ടാകരുത്. കുറച്ചുകൂടെ ഇട്ടോ മോളെ. നാരങ്ങയ്ക്ക് ഇത്തിരി എരിവൊക്കെ വേണം. ഇവിടെ മുളക് പൊടി വേണമെന്നാണ് എൻ്റെ ഒരു പക്ഷം. കാശ്മീരി ഇട്ടാൽ മതി. മറ്റേതിട്ടുണ്ടാ കാശ്മീരി. ഇനി കായപ്പൊടി
ഇത് വെച്ചേക്കാനാണെങ്കിൽ നിങ്ങൾ വെക്കുന്നെങ്കിൽ കട്ടക്കായം ചേർക്കണം കേട്ടോ. ചെയ്യുന്നവർ ഇതേപോലെ ഉണക്ക നാരങ്ങയും ഉണക്ക മാങ്ങയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് 2 വർഷമൊക്കെ ഒരു ഫ്രിഡ്ജിലൊന്നും വെക്കാതെ തന്നെ ഇരുന്നോളും. ഇതേ ഒരു ആ പാത്രത്തേക്ക് പിടിക്കും. ഇതേ മെത്തേഡ് ചെയ്താൽ മതി. നമുക്ക് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ വേണമെങ്കിൽ അങ്ങ് ഒഴിവാക്കിയാൽ മതി. ഇങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ 2 വർഷമോ ഒക്കെ വേണമെങ്കിൽ ഒരു കുഴപ്പമില്ലായിരിക്കും. ഇനി നമ്മളതിലേക്ക് കുറച്ച് ഉപ്പ്, നമ്മൾ നാരങ്ങ ഉപ്പിട്ട് വെച്ചിരുന്നതല്ലേ, അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇടാം. നമുക്ക് നാരങ്ങയിൽ ഉപ്പുണ്ട്, പക്ഷെ മസാലയ്ക്ക് വേണ്ടുന്ന ഉപ്പ്. ഇനി നമ്മളിതിലേക്ക് ചേർക്കാൻ പോണത് വാളംപുളിയാണ്. തിളച്ച വെള്ളത്തിൽ വാളംപുളി ഇട്ട് വെച്ചിരുന്ന് അതിനെ നന്നായിട്ട് പിഴിഞ്ഞെടുത്തത്. പച്ചവെള്ളം തൊട പോലും ചെയ്യരുത് കേട്ടോ, ഒന്നിലും. അപ്പോൾ നമ്മളിങ്ങനെ ചേർക്കാൻ പോവുകയാണ്. വാളംപുളിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വിനാഗിരി ചേർക്കാവേ. അപ്പോൾ ഇത് തിളക്കുകയാണേ. അപ്പോൾ നമ്മൾ ശർക്കരയാണ് ഇട്ടുള്ളത്. താത്തു കുറച്ച് ശർക്കര മതി, കുറച്ച് മാത്രം ശർക്കര ഇട്ട് ഇതിനെ ഒന്ന് ക്രമീകരിക്കാം. അപ്പം ഇതുപോലെ ഒരു അച്ചാർ നിങ്ങളിപ്പോൾ പറയും ഇങ്ങനെയാണ് അച്ചാർ ഉണ്ടാക്കുന്നത്. ഇതൊരു നമ്മൾ നാരങ്ങ കറി വയ്ക്കും തെക്കൻ കേരളത്തിൽ, അല്ലെങ്കിൽ വർക്കല ഭാഗങ്ങളിൽ നമ്മൾ നാരങ്ങ കറി വയ്ക്കില്ലേ, അതുപോലെ വെച്ചതാണ്. പക്ഷേ നമ്മളിത് എന്താണ് നമ്മുടെ നാരങ്ങ ഉണക്കിയാണ് വെച്ചതെന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. ഓണത്തിന് നമ്മൾ കറി വയ്ക്കൂലേ, ആ ടേസ്റ്റിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. സൂപ്പറാണ്. പൊളി വെറുതെ അറിയാം കേട്ടോ, സൂപ്പർ രുചിയാണ് ഇന്ന്. ഞാനും കൂടെ നോക്കട്ടെ എന്നിട്ട് പറയാം. പൊളി. ഇനി ഇതിലൊന്നുമില്ല, എടുത്ത് വയ്ക്കുക, അത്രയേ ഉള്ളൂ. ഒന്ന് വറ്റിയിട്ട് ഒട്ടും കാട്ടിട്ടു. നെയ്യ് തെളിയണം. മാമി പറയുന്നത് നമുക്ക് നെയ്യ് തെളിയണം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളു. ഇതേപോലെ ഉണ്ടാക്കി വെക്കണേ. അപ്പം നാരങ്ങക്കറി സെറ്റാകുമ്പോൾ ഇതേപോലെ കറിച്ചട്ടിയിൽ ചോറിട്ടിട്ട് അതിൽ ആ നാരങ്ങക്കറി ഒഴിച്ച് മീൻ കറിയും കൂടി ഇളക്കി ഇങ്ങനെ ഊരുട്ടി തിന്നണം. സത്യം പറയാമല്ലോ, ഈ ഒരു ടേസ്റ്റ് നാരങ്ങ എന്ന വിഭാഗത്തിന് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും പുത്തനൊരു രുചിയായിരിക്കും കേട്ടോ. നിങ്ങളിത് ചെയ്തു നോക്കണം. ഇത് തെക്കൻ കേരളത്തിൻ്റെ പ്രത്യേകതയാണ് നാരങ്ങ, വടക്കപ്പുള്ളി നാരങ്ങ കറി വയ്ക്കുക എന്നത്, ഇങ്ങനെ കറി വയ്ക്കുക എന്നത്. തെക്കൻ കേരളത്തിൽ ഞങ്ങളുടെ വർക്കല ഭാഗത്ത്, അല്ലെങ്കിൽ എൻ്റെ മുത്താന ഭാഗത്തൊക്കെ ഇങ്ങനെ വയ്ക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഉണക്കി വയ്ക്കുമ്പോൾ അത് ഇരിക്കും. ഇപ്പോൾ ഓണത്തിനപ്പം ഒരുപാടാകുമ്പോൾ ഓണത്തിനൊക്കെ വേണമല്ലോ, സദ്യക്കൊക്കെ വേണമല്ലോ. ഇതേപോലെ ഒന്ന് ഉണക്കി വെച്ച് നോക്കണേ, പൊള്ളിയായിട്ടിരിക്കും. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പക്ഷേ നമ്മൾ പച്ച നാരങ്ങ ഇടുന്നതിനെക്കാട്ടി ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവരും കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.